Once again, welcome back to KCS Open University. KCS Open Universityയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2024-2025 അക്കാഡമിക് ഇയർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. സോ നമ്മുടെ സ്ഥാപനം BCom, BBA, MCom ഈ 3 കോഴ്സസിനാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മൾ അഡ്മിഷനും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കോഴ്സസിന്റെ ഒക്കെ കോച്ചിങ് ഫീസ് എത്രയാന്നുള്ളതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ MComന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസിന്റെ ഡീറ്റെയിൽസ്, അഡ്മിഷൻ എടുക്കുമ്പോഴുള്ള ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ഫീസ് ഡീറ്റെയിൽസും മറ്റ് സെമസ്റ്ററുകളിൽ വരുന്ന ഫീസ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ 3 കോഴ്സസിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ പല യൂണിവേഴ്സിറ്റീസിലും നമ്മൾ കൊടുത്ത കോച്ചിങ്ങിൽ നിന്നുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ഈ മാസം 20-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂലൈ 31-ാം തീയതി വരെയാണ്. അപ്പോൾ ഇതിൽ MComന്റെ ഫീസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് MComന്റെ ഫീസ് ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ. ഫീ ഫോർ PG പ്രോഗ്രാം സെയിം ആണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ട ഫീസാണ്. MComനാണെങ്കിലും MAക്ക് ആണെങ്കിലും സെയിം ഫീസാണ്. അഡ്മിഷൻ ഫീ ആൻഡ് പ്രോസ്പെക്ടസ് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു 400 റുപ്പീസ് വരുന്നുണ്ട്. അഫിലിയേഷൻ ഫീസ് ഒരു 400 റുപ്പീസ് വരുന്നുണ്ട്. മെട്രിക്കുലേഷൻ ഫീ 120, എലിജിബിലിറ്റി ഫീ 250. then അതിനുശേഷം ട്യൂഷൻ ഫീ 3500 ആണ് വരുന്നത് ഒരു എന്താണ് സെമസ്റ്ററിലേക്ക്. അതിൽ SLM ഫീ, സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൻ്റെ, പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലൊക്കെ തരുന്നുണ്ടല്ലോ അതിൻ്റെ, പിന്നെ അസൈൻമെൻറ്റിൻ്റെ, ദെൻ കൗൺസിലിംഗ് ഫീ, ഇങ്ങനെ ടോട്ടൽ 3500. പിന്നെ ID കാർഡിന് ഒരു 100, സ്പോർട്സ് ആൻഡ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് 200, മേടിക്കേണ്ട സ്റ്റുഡൻറ്റ് വെൽഫെയർ ഫണ്ട് 300. അങ്ങനെ ടോട്ടൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ 5270 റുപ്പീസ് ആണ് വരുന്നത്. ടു ബി റെമിറ്റഡ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഡ്യൂറിങ് ഫസ്റ്റ് സെമസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ 5270 റുപ്പീസ് പേ ചെയ്യണം. ദെൻ അതിനുശേഷം കമ്മിങ് സെമസ്റ്ററുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മുതൽ 4 സെമസ്റ്റർ ബാക്കിയുള്ള സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഓരോ സെമസ്റ്ററിലെയും ഫീസ് ആണ് 3500 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഫീ, അസൈൻമെൻറ്റ് ഫീ, കൗൺസിലിംഗ് ഫീ 3500 വെച്ചിട്ട് പിന്നെ വരും. സോ അപ്ലിക്കൻസ് ഹു റിക്വയർ റെക്കഗ്നീഷൻ ഹാവ് ടു റിമീറ്റ് റെക്കഗ്നീഷൻ ഫീ 350. ഇപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ പുറമേയുള്ള, അപ്പോൾ UGC റെക്കഗ്നീഷൻ്റെ അതിൻ്റെ ഫീയും കൂടി അടയ്ക്കേണ്ടതായിട്ട് വരും. ലാബിനുള്ള എമൗണ്ട് വേറെയുണ്ട്. ദെൻ മൈനോറിറ്റി SC/ST OEC കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഫീയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഈ ഗ്രാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. കാൻഡിഡേറ്റ്സ് ടു SC/ST OEC കാറ്റഗറി എലിജിബിൾ ഫോർ ഫീ കൺസെഷൻ ഫ്രം grants will be admitted to university without collecting the tuition fee at the time of admission. But they need to remit all other fees like admission. ട്യൂഷൻ ഫീ ആണ് അവർക്ക് എക്സംഷൻ ഉള്ളത്. മറ്റേ അഫിലിയേഷൻ ഫീ, അഡ്മിഷൻ ഫീ അടയ്ക്കണം as notified in the admission. As such candidates after getting admission shall register and submit application fee concession in grant പോർട്ടൽ ഉണ്ട്, അറിയും എന്ന് പ്രതീക്ഷിക്കുന്നു. സെലക്ടിങ് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ് ദെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അഡ്മിഷൻ എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. സോ ഇതാണ് നിങ്ങൾക്ക് ഫീസ് ഡീറ്റെയിൽസ് വരുന്നത് MCom പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ. ദെൻ കോച്ചിങ്ങിന് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിന് ഫീ ആ രീതിയിലായിരിക്കും. അല്ലാണ്ട് ഒരു സെമസ്റ്ററിന് മൊത്തം ഇത്ര എമൗണ്ട് എന്നല്ല. ഇപ്പോൾ ചില കുട്ടികൾക്ക് 1-2 പേപ്പർ മാത്രം മതി, അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് MCom MA കോഴ്സസിൻ്റെ ഒക്കെ ഫീസ് ഡീറ്റെയിൽസ്.
ഇനി ബാക്കിയുള്ള കോഴ്സസിൻ്റെ ഫീ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളും കോണ്ടാക്ട് ചെയ്യുക. ജൂലൈ 31 വരെ ഡേറ്റ് ഉണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.